സത്യത്തെ മറച്ചു വെക്കാം, പക്ഷേ ഒരിക്കലും അതിനെ മായ്ച്ചു കളയാനാകില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇത് വളരെ വളരെ ശരിയാണ്. ഇത് സാക്ഷ്യപ്പെടുത്തുന്ന വാർത്തയാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. 2022 മരിച്ച മാളിയേക്കൽ സ്വദേശി തങ്കമ്മയുടേത് കൊലപാതകമെന്ന് തെളിയുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ജീവനെടുത്തതാകട്ടെ സ്വന്തം മകനും. നിർണായകമായത് തങ്കമ്മയുടെ അവ്യക്തമായ ശബ്ദശകലങ്ങളാണ്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തങ്കമ്മ പലപ്പോഴും എന്തോ പറയാൻ വേണ്ടി ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ വീഡിയോ ദൃശ്യങ്ങളാക്കി പകർത്തി ഡോക്ടർ നൽകിയ ശബ്ദശകലങ്ങൾ പോലീസ് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചതോടെയാണ് ആ അമ്മ അവസാനമായി വ്യക്തമാക്കിയത് മകൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന കാര്യമാണ്. ഇതോടുകൂടിയാണ് മകനും വിമുക്തഭടനുമായ മോഹൻകുമാർ അറസ്റ്റിലാകുന്നത്. ആഗസ്റ്റ് 26 കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി തങ്കമ്മയെ കഴുത്തിന് ക്ഷതമേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. സംസാരിക്കാനൊന്നും കഴിയാത്ത നിലയിലായിരുന്നു തങ്കമ്മ. പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുകയില്ല. വീട്ടിൽ വീണതാണെന്ന് പറഞ്ഞാണ് പ്രതിയായ മകൻ മോഹൻകുമാർ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ചികിത്സയ്ക്ക് എത്തിച്ചതു മുതൽ തങ്കമ്മ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവശതകൾ കാരണം പറയുന്നത് വ്യക്തമായിരുന്നില്ല. എഴുതിക്കാണിക്കാനും കഴിയാത്ത നില. ഇതോടെയാണ് തങ്കമ്മയെ ചികിത്സിച്ച വനിതാ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ വീഡിയോയായി പകർത്തിയത്. ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയമാണ് വീഡിയോ ചിത്രീകരണത്തിന് പ്രേരിപ്പിച്ചത്. ഇത് കേസിൽ മരണമൊഴിയായി മാറുന്നതാണ് കണ്ടത്. തങ്കമ്മയുടെ മരണശേഷം ഡോക്ടർ ഈ വീഡിയോ ദൃശ്യം പോലീസിന് കൈമാറി. മരിക്കുന്നതിന് തൊട്ടു മുൻപ് പോലും തങ്കമ്മ തന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസിനോട് ഡോക്ടർ മൊഴി നൽകി. ഇതോടെയാണ് തങ്കമ്മയുടെ വാക്കുകൾക്ക് വലിയൊരു ദുരൂഹതയുടെ ചുരുളഴിക്കാനുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. ശാസ്ത്രീയ അന്വേഷണം അടക്കം നടത്തി സത്യത്തെ പുറത്തെത്തിക്കാൻ ശ്രമിച്ച കരുനാഗപ്പള്ളി പോലീസിന്റെ മികവാണ് പിന്നെ കണ്ടത്. അതിവിദഗ്ധമായി അന്വേഷണം നടത്തിയ പോലീസ് തങ്കമ്മ പറഞ്ഞ കാര്യങ്ങൾ ഡീകോഡ് ചെയ്തു. ചുണ്ടനക്കം പരിശോധിച്ചാണ് അതിസങ്കീർണമായ ഘട്ടം പൂർത്തിയാക്കിയത്. പിന്നാലെ ശബ്ദ സന്ദേശത്തിന്റെ ശാസ്ത്രീയ ഫലവും വന്നു. വീഡിയോ സന്ദേശത്തിന്റെ ചുരുളഴിച്ചതോടെ കൊലപ്പെടുത്തിയത് മകനാണെന്ന് ബോധ്യമായി. പിന്നീട് മകനായ വിമുക്തഭടൻ മോഹൻകുമാർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ പല പ്രവർത്തികളും പോലീസിന്റെ സംശയങ്ങൾ ബലപ്പെടുത്തി. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ബിജു വി, SIമാരായ ഷമീർ, ആഷിഖ്, വേണുഗോപാൽ, SCPO ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിൽ മോഹൻകുമാറിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. സഹായിയായി ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ ചില സുഹൃത്തുക്കളെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.